ബംഗളൂരുവിൽ മലയാളി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പണം കവർന്ന സംഭവത്തിൽ 1 മാസമായിട്ടും നടപടിയെടുക്കാതെ കർണാടക പോലീസ്. ബംഗളൂരുവിൽ ആദ്യമായി എത്തിയ കോഴിക്കോട് സ്വദേശിയെ ഓട്ടോ ഡ്രൈവറും കൂട്ടാളിയും ചേർന്നാണ് ആക്രമിച്ചത്. അതേപോലെ തന്നെ 3 മാസം മുമ്പ് എറണാകുളം സ്വദേശിയെ ഭീഷണിപ്പെടുത്തി ലാപ്ടോപ്പ് കവർന്ന കേസിലും പ്രതിയെ പിടികൂടിയിട്ടില്ല. 24 ബ്രേക്കിംഗ്. കോഴിക്കോട് കോടിക്കൽ സ്വദേശി ഷംസീർ ജോലി ആവശ്യത്തിനായി ജനുവരി 20-നാണ് ബംഗളൂരുവിലെത്തിയത്. സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലിറങ്ങി ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെയാണ് പകുതി നിരക്കിൽ ലൊക്കേഷനിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ ഷംസീറിനെ സമീപിച്ചത്. പിന്നീട് സംഭവിച്ചത് ഷംസീർ തന്നെ പറയും. കുറച്ച് ദൂരെത്തിയപ്പോൾ ഇയാളൊരു സുഹൃത്ത് കൂട്ടുകാരനും കൂടി കയറി. കുറേ അങ്ങോട്ടെത്തിയപ്പോൾ ഇയാൾ എൻ്റെ കൈമന്ന് ഫോൺ വാങ്ങി. ഫോണിൻ്റെ ആപ്പിൾ ഐ ഡി ലോഗൗട്ട് ചെയ്യാൻ നോക്കി. ബാക്കിൽ കയറിയ ആൾ എൻ്റെ കാത്തുമ്പോൾ കത്തി വെച്ചിട്ട് നിൻ്റെ കൈമുള്ള പൈസ മൊത്തം എന്താന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബാഗ് വാങ്ങി പരിശോധിച്ച് എൻ്റെ പൈസ ഒക്കെ എടുത്ത് കൊണ്ടുപോയി. പിന്നെ ആരെയും വിളിച്ചിട്ട് ഒരു 3000 രൂപ ഒപ്പിക്കാൻ പറഞ്ഞു. ബാക്കിലുള്ള ആൾ എന്നെ കുറേ തല്ലി കുറേ അടിച്ച് തന്നെ. ഓട്ടോറിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് ഷംസീർ ഓടിക്കയറിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്കാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുക്കിലും മൂലയിലും CCTV-കൾ ഉണ്ടെങ്കിലും പോലീസ് അനങ്ങിയില്ല. നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ പോലും വന്നിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകൾ ഇതേ അനുഭവം പറഞ്ഞിട്ടുണ്ട്. മലയാളികളെ നോക്കി ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്ന സംഘങ്ങൾ ഇവിടെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിന് ശേഷം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരെ ഭാഷ നോക്കി കബളിപ്പിക്കുകയും ആക്രമിച്ചു പണം കവരുകയും ചെയ്യുന്ന സംഭവങ്ങൾ ബംഗളൂരു നഗരത്തിൽ പതിവാവുകയാണ്. 3 മാസം മുമ്പാണ് സർജാപുരയിൽ വെച്ച് എറണാകുളം സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തി 50,000 രൂപ വില വരുന്ന ലാപ്ടോപ്പ് കവർന്നെടുത്തത്. 6 മാസം മുമ്പ് ഇലക്ട്രോണിക് സിറ്റിയിലെത്തിയ കണ്ണൂർ സ്വദേശിയുടെ പണം കവർന്ന കേസിലും പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. നഗരത്തിൽ രാത്രി അരങ്ങേറുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കർണാടക പോലീസ് തയ്യാറാകണം. ഒപ്പം ബംഗളൂരുവിലെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് രാത്രി യാത്രക്കായി ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കുക. ബംഗളൂരുവിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.